ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് മീഷോന്ന് എടുത്തൊരു 5 കുർത്ത പാൻറ് സെറ്റാണ് കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഇതാണ് കേട്ടോ വരുന്നത്. നല്ലൊരു കുർത്ത സെറ്റാണ് കേട്ടോ. എനിക്കൊന്ന് കോട്ടൺ എന്ന് അവർ എഴുതിയിരിക്കുന്നത്, പക്ഷേ കോട്ടൺ അല്ല, ഇതെന്തോ പോളി കോട്ടൺ അങ്ങനെ സംതിങ് മിക്സ് ആണ്. കോട്ടൺ മിക്സ് എന്തോ ഐറ്റം ആണ്, പക്ഷേ അടാർ ഐറ്റം ആണ് കേട്ടോ. നല്ല സ്റ്റൈലിഷ് ലുക്കായിരുന്നു കേട്ടോ. കോട്ടാപ്പെട്ടി വർക്കൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട്. പാൻറ്റും അതേപോലെ തന്നെയുള്ളൊരു ഇതാണ്. ഇപ്പോൾ ഞാൻ ഇട്ട് കാണിക്കാം, ഇങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ആ ഒരു സിൽവർ കളർ പോയിരിക്കുന്നതുകൊണ്ട് ഞാൻ സിൽവർ കളർ വാച്ചും കൊടുത്തിട്ടുണ്ട്, ഒപ്പം തന്നെ നല്ലൊരു ഹാങ്ങിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ എൻ്റെ ഇത് നോക്കിക്കോട്ടെ, സ്റ്റൈൽ ചെയ്ത് ഞാൻ നടക്കുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയുള്ള എൻ്റെ വാക്കിംഗ് ആണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കണം. എനിക്കിഷ്ടമായി കേട്ടോ. നല്ല കംഫർട്ടബിൾ ആയിരുന്നു, നല്ല സ്റ്റൈലിഷ് ആയിരുന്നു. പെട്ടെന്നൊക്കെ നമുക്കൊന്ന് പുറത്തേക്ക് പോകാനും എന്തിന് ഓഫീസ് വെയർ ആയിട്ടും അതുപോലെ കോളേജ് വെയർ ആയിട്ടും ഒക്കെ എവറിഡേ യൂസിന് പറ്റിയ ഒരു കുർത്ത പാൻറ് സെറ്റാണ്. ഇതിന് ഏകദേശം ഒരു 350 റേഞ്ചൊക്കെ വരുന്നുള്ളൂ. എനിക്കിത് ഓഫറിൽ 320 ആ ഒരു റേഞ്ചിൽ കിട്ടി. ഇപ്പോഴും മീഷോയിൽ ഓഫർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ആ ഒരു റേഞ്ചിൽ നമുക്ക് കിട്ടും. എല്ലാ കുർത്താസും ഇപ്പം ഞാൻ കാണിക്കുന്ന എല്ലാ കുർത്താസും ബിലോ 400 റുപ്പീസാണ് കേട്ടോ. ഭയങ്കര, നിങ്ങൾക്ക് തന്നെ തോന്നില്ലേ, നല്ല രസമില്ലേ കാണാൻ വേണ്ടി. ആ ഒരു കളർ കോമ്പിനേഷനും മൊത്തത്തിൽ നമുക്ക് പെട്ടെന്നൊന്ന് പുറത്തോട്ട് ഇറങ്ങി പോകാൻ ടപ്പേന്ന് ഇട്ടിട്ട് പോകാൻ പറ്റിയ നല്ല കംഫർട്ടബിൾ ആയിരുന്നു. അതുപോലെ ഫിറ്റിൻ്റെ കാര്യം പറഞ്ഞാലും പെർഫെക്റ്റ് ഫിറ്റ് ആയിരുന്നു കേട്ടോ എൻ്റെ സൈസിനും. അപ്പോൾ നിങ്ങളുടെ സൈസ് അറിഞ്ഞ് നിങ്ങൾ ഓർഡർ ചെയ്യാൻ നോക്കുക കേട്ടോ. എക്സാക്ട് ഫിറ്റ് തന്നെയായിരുന്നു വന്നത്. ഞാൻ എല്ലാം എടുത്തത് M ആണ് എൻ്റെ കറക്റ്റ്. അപ്പോൾ ഞാൻ എല്ലാം ഒരു പൊടിക്ക് ഞാൻ വലുതെടുത്തു, പക്ഷേ എനിക്കത് കറക്റ്റ് ആയിരുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്ത് വേണമെങ്കിൽ എടുക്കാം. രണ്ടാമത്തത് ഈ ഒരു പച്ചയായിരുന്നു കേട്ടോ. ഇത് റെക്സോണ പച്ചയോ അങ്ങനെ സംതിങ് എന്തോ പച്ചയാണ്. നല്ലൊരു പച്ചയാണ് കേട്ടോ. ഒരു നീലയല്ല, പച്ചയില്ലാത്തൊരു ടൈപ്പ് പച്ചയില്ലേ, ആ ഒരു പച്ച എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളർ. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് കോളർ നെക്കായിരുന്നു. അപ്പം അതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കോളർ നെക്ക് വരുന്നത്. ഹൈനെക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിന് ഞാൻ എക്സ്ട്രീം ലെവലായിട്ട് കൊടുത്തേക്കാണ് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി പോയി. വലിയ ഹാങ്ങിങ് കൊടുത്തപ്പോൾ ഇവരുടെ യൂസ് നമുക്ക് വലിയ ഹാങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇയറിങ്ങിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഞാനത് ഇങ്ങനെയും ചെയ്യാം എന്ന രീതിയിൽ കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിലും ഒരു കോട്ടാപ്പെട്ടി, ഈ കാണിച്ച എല്ലാ കുർത്താസിലും കോട്ടാപ്പെട്ടി വർക്കുകൾ പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൽ ഗോൾഡൻ വർക്കാണ് പോയിരിക്കുന്നത്. പിന്നെ ഗോൾഡൻ പ്രിന്റുകളും ഉണ്ട്. ഇതൊരു പോളി കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ, പക്ഷെ നമുക്ക് ചൂടെടുക്കുന്ന ഐറ്റമേ അല്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ കോളറിനൊക്കെ ആയതുകൊണ്ട് ഞാൻ ഹെയർ അപ് ടു ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഞാൻ മാച്ച് ചെയ്യാൻ വേണ്ടി കുറച്ച് അതേ കളറിലെ കുറച്ച് ബാംഗിൾസും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി എങ്ങനെയുണ്ടെന്ന് നോക്കണേ നിങ്ങൾ. മൊത്തത്തിലുള്ള അറ്റയർ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൽ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഏത് ഔട്ട്ഫിറ്റാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായെന്ന് പറയണം. ഇതിന് ഏകദേശം ഒരു 380 റേഞ്ചാണ് റുപ്പീസ് വന്നിരിക്കുന്നത്. എന്താ നല്ലതല്ലേ? 400 റുപ്പീസിന് ബിലോ നമുക്കൊരു പാൻറ്റ് സഹിതം കിട്ടാമെന്ന് വെച്ചാൽ വലിയ സംഭവമാണ്. അടുത്ത ഒരെണ്ണം ഈ ഒരു യെല്ലോ കിടുക്കാച്ചി കുർത്തിയാട്ടോ. ഇത് പക്ക കോട്ടൺ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഞാൻ വാഷ് ചെയ്തിട്ടില്ല, കളർ ഫെയ്ഡ് ആവണ കാര്യമൊന്നും എനിക്കറിയില്ല. ആഫ്റ്റർ വാഷ് ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിലും സിൽവർ കോട്ടാപ്പെട്ടി വർക്കൊക്കെ തന്നെയാണ് പോയിരിക്കുന്നത്. ബട്ടൺ ഡീറ്റെയിലിംഗ് ഉണ്ട്. ഇത് ഇവരുടെ യൂസിന് ബെസ്റ്റാണ് കേട്ടോ. നമ്മുടെ ഈ സമ്മറിലൊക്കെ പറ്റിയതാണ്. അപ്പം ഞാനിപ്പോൾ സാധാരണ ഞാൻ എന്നും യൂഷ്വലി ഇടുന്ന നെക്ക് ചെയിൻ ഉണ്ട് എനിക്ക് വരണം. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഒരു സ്റ്റെഡും. ഞാൻ പ്രത്യേകിച്ച് സ്റ്റൈൽ ഇത് കാണിക്കാവുന്നതാണ്, കാരണം അതിൻ്റെ ആവശ്യമില്ല. ഡെയിലി യൂസിന് നമുക്ക് നമ്മൾ അത്യാവശ്യം ഹെവി റിങ്സോ ബാംഗിൾസ് ഒന്നും ഇട്ട് ഡെയിലി പുറത്തോട്ട് ഇറങ്ങി പോയില്ല. ആസ് എ ടീച്ചർ ഞാൻ ഇങ്ങനെയാണ് സ്കൂളിൽ പോവാറ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് എങ്ങനെയാണോ ഏത് രീതിയിലൊക്കെ വേണമെന്ന് വെച്ചാൽ സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെനിക്ക് സൈസ് ഇത്തിരി വലുതായിരുന്നു കേട്ടോ. ഞാൻ ഓൾട്ടർ ചെയ്യാതെ ഇട്ടിരിക്കുന്നതാണ്. എനിക്ക് നല്ല അത്യാവശ്യം വലുപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് ഒന്നുകൂടി ഓൾട്ടർ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഐറ്റം ആയിരുന്നു കേട്ടോ. നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു കുർത്ത. കളർ കോമ്പിനേഷൻ ആയിരുന്നു ഏറ്റവും പറയേണ്ടത്. അടുത്തൊരെണ്ണം നല്ല ഇടിവെട്ട ഐറ്റം ആയിരുന്നു കേട്ടോ. ഒരു ഓറഞ്ച് അതുപോലെ തന്നെ പിങ്കിൻ്റെ കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. കംപ്ലീറ്റ് ചുങ്കിടി കൈൻഡ് ഓഫ് എന്തോ ഒരു പ്രിൻ്റാണ് കേട്ടോ. ഈ പ്രിൻറ്റിന് എന്താ പറയാന്ന് എനിക്കറിയില്ല, അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതും ഞാൻ ഇവരുടെ യൂസ് എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചിരിക്കുന്നത്. ഇതിനും കോട്ടാപ്പെട്ടി വർക്ക് ധാരാളമായിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ സിൽവർ ചെയിൻസ് ഒക്കെ നെക്കിലിടാവുന്നതാണ്. ഞാനിപ്പോൾ ഇവരുടെ യൂസ് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ സ്കൂളിൽ പോകുന്നത് എങ്ങനെയാണോ ആ രീതിയിൽ ഞാനിപ്പോൾ ഇടാറുള്ള നേരിയൊരു ചെയിൻ അത് ഇട്ടിട്ടുണ്ട്. കയ്യിലും സ്ലീവിലും ഇതുപോലെ തന്നെ കോട്ടാപ്പെട്ടി പ്രിൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ പാൻ്റ് ആണെങ്കിലും അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു. എല്ലാത്തിൽ പാൻറ്റിൽ തന്നെ എലാസ്റ്റിക് ആണ് വന്നിരിക്കുന്നത്. അപ്പം മച്ച് മോർ കംഫർട്ടബിൾ ആണല്ലോ, നമുക്ക് വേഗം ഇടാനും ഒക്കെ എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതും കോട്ടൺ തന്നെയായിരുന്നു. കോട്ടൺ റയോൺ മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ ഇത്. അപ്പം നല്ല സ്മൂത്ത് ആയിരുന്നു. ആൻഡ് ലാസ്റ്റ് ബട്ട് ദ നോട്ട് ലീസ്റ്റ് ആയിരുന്നു ഈ ഒരു കിടുക്കാച്ചി കുർത്ത. ഒരു ഇൻഡിക്കോ പ്രിന്റ് കൈൻഡ് ഓഫ് ഐറ്റം ആണ്. നമുക്കറിയാം ബ്ലൂ ആൻഡ് വൈറ്റ് വരുമ്പോൾ ഉള്ളൊരു പ്രത്യേകത, ഒരു എന്താ പറയുക, ഒരു എലഗൻറ്റ് കോമ്പിനേഷൻ ആണല്ലോ ആ ഒരു പാറ്റേൺ. അപ്പം അത് ഞാനൊന്ന് ഇട്ട് കാണിക്കുകയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ശരിക്കും കോട്ടൺ തന്നെ ആയിരുന്നു കേട്ടോ. റയോൺ മിക്സ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കഴുത്തൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സ്റ്റൈൽ ചെയ്യാം. വലിയൊരു ഇയറിങ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കഴുത്തിൽ
കഴുത്തിലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ കയ്യിൽ സാധാരണ നോർമൽ വാച്ചും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാനിത് സ്റ്റൈൽ ചെയ്തത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം. അപ്പോൾ ഞാനിത് പെട്ടെന്നൊക്കെ കാണിക്കാൻ വേണ്ടി എടുത്താണ്. പെട്ടെന്ന് നമുക്കൊന്ന് ഷോപ്പിങ്ങിന് പോകണം, അല്ലെങ്കിൽ ഒന്ന് സിനിമക്ക് പോകണം, പെട്ടെന്ന് ടപ്പട്ടപ്പാന്ന് വെച്ച് നമുക്ക് ഇതൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് വേഗം പോകാവുന്നതേ ഉള്ളൂ. അത്ര വലിയ ഒരുക്കത്തിന് കാര്യവുമില്ല. എന്നാൽ വളരെ സിമ്പിളാണ്, എലഗൻ്റാണ്, ക്യൂട്ടാണ്, ക്ലാസ്സിയാണ് അല്ലേ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇതിൽ 5 എണ്ണത്തിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയണം. അതുമാത്രമല്ല ഞാൻ ഇട്ടിട്ട് ഏതാണ് കുറച്ച് ഭംഗി, ഏറ്റവും നല്ലത് ഏതാണ്, എനിക്ക് ഏറ്റവും ഭംഗി തോന്നിയത് ഏതാണെന്നും കൂടി നിങ്ങൾ പറഞ്ഞു കേട്ടോ. ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് 5ഉം നഷ്ടമില്ലാത്തൊരു കച്ചവടമായിരുന്നു. 400 രൂപയിൽ താഴെ വരുന്നതായിരുന്നു എല്ലാം തന്നെ. എല്ലാം കൂടി കൂട്ടിയാലും എനിക്കൊരു എന്താ പറയുക 1800 ആ ഒരു റേഞ്ചിൽ എനിക്ക് 5 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനങ്ങനെ സന്തോഷത്തോടെ പോവുകയാണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ബൈ.